1201 കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അതായത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലത്തെ പ്രവചനങ്ങളാണ്. കന്നിമാസത്തിലെ ആദ്യ പകുതി ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളാണ്. നാൽക്കാലികൾ വളർത്തി ഉപജീവനം നയിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയം. ധാരാളം ധനലാഭം കിട്ടും. അതുപോലെ തന്നെ പാല്, ഇറച്ചി മുതലായവ വ്യാപാരം ചെയ്യുന്നവർക്കും വളരെയധികം ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ വിജയം കണ്ടെത്താനും സാമ്പത്തിക മെച്ചമുണ്ടാകാനും അവർക്ക് സാധിക്കുന്നു. ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുന്നു. വാദം മുതലായ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന മൂലം നക്ഷത്രക്കാർക്ക് അവർക്ക് വേദനയിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നു. നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം ലഭിക്കുന്നു. ധനലാഭവും ധാരാളം ലഭിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. അത് ഏത് തരത്തിലുള്ള സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിൽക്കുകയും ജയിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഏറെക്കുറെ ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് അവർ നിർത്തിവെക്കും. പലതവണ നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചാൽ അത് കുറച്ച് ദിവസത്തേക്ക് അവർ നിർത്തിവെക്കും. കുടുംബത്തിൻ്റെ സ്വത്ത് ഭാഗം ചെയ്യുന്നതിന് അതിലൊരു അംശം നിങ്ങൾക്ക് കിട്ടുന്നതിനും ഈ മാസം സാധിക്കുന്നു. പുരാവസ്തു പോലെയുള്ള വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ഖനനം ചെയ്ത് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. വോട്ടുപാത്രങ്ങൾ, വെള്ളി, സ്വർണം മുതലായവയും പഴയ കാലഘട്ടത്തെ ഉള്ള ചരിത്രപരമായ പുസ്തകങ്ങളും അങ്ങനെ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഗുണങ്ങളേറെ ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മോശരാശികളിൽ കൂടി ആയതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ബുദ്ധി സാമർഥ്യം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ആത്മവിശ്വാസത്തിൻ്റെ കൂടുതലായതുകൊണ്ട് അതെല്ലാം നടക്കാതെ വരാം. അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് യുക്തിപൂർവം നീങ്ങിയാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. കണ്ടകശനിയുടെ കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മനസ്സിന് ദുഃഖങ്ങൾ വരാം. ദമ്പതിമാർ തമ്മിൽ വഴക്ക് വന്നാൽ അത് പിണങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവരോടും കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മനിയന്ത്രണം നിങ്ങൾ പാലിക്കുക. ദാനം, ധർമ്മം മുതലായവ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഹൃദയത്തിന് അസുഖമുള്ളവർ വളരെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് പോവുക. വൈദ്യസഹായമൊക്കെ തേടേണ്ട കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് വൈദ്യസഹായം തേടുക. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചതിവിലൊന്നും പെടാതെ നോക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ യാത്ര ചെയ്ത് അലച്ചിൽ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം വരാൻ കാണുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. അതുപോലെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ഗുണഫലങ്ങൾ, പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളോ ഗ്രഹപ്പകർച്ചകളാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതക പരിശോധന നടത്തിയാൽ നല്ലതാകുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പൂജകൾ ആവശ്യമാണെങ്കിൽ, പരിഹാര പൂജകൾ ആവശ്യമാണെങ്കിൽ ചെയ്യുക. നിങ്ങളാൽ കഴിയുന്നത് ചെയ്താൽ മതി. ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജപരമായോ മുഹൂർത്തപരമായുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ആയുസാരോഗ്യ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.